ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് CBI ഉടൻ കോടതിയെ സമീപിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത കെജ്രിവാൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അറസ്റ്റ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ED ഇന്ന് മറുപടി നൽകും. ഡൽഹിയിൽ ഭരണം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ട് BJP രാഷ്ട്രപതിക്ക് കത്ത് നൽകി. കൂറുമാറ്റത്തിന് BJP 25 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്ന് ആം ആദ്മി പാർട്ടി MLA ഋതുരാജ് ജ ആരോപിച്ചു. BJP-യിൽ ചേർന്നില്ലെങ്കിൽ തന്നെയും ED അറസ്റ്റ് ചെയ്യുമെന്ന് മന്ത്രി അതിഷി. मेरे एक बहुत व्यक्तिगत करीबी व्यक्ति के माध्यम से मुझे भारतीय जनता पार्टी ज्वाइन करने के लिए अप्रोच किया. मुझे ये कहा गया कि या तो मैं भारतीय जनता पार्टी ज्वाइन कर लूं, अपना पॉलिटिकल करियर बचा लूं, अपना पॉलिटिकल करियर बढ़ा लूं, और अगर भारतीय जनता पार्टी नहीं ज्वाइन करी तो आने वाले 1 महीने में ED द्वारा मुझे गिरफ्तार कर लिया जाएगा. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, അതിഷി അടക്കമുള്ളവർ പറയുന്ന ആരോപണം എന്താണ്? വേണു, അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചതിന് പിന്നാലെ വലിയ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ആം ആദ്മിയുടെ നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇന്ന് അതിഷി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഗുരുതര ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് BJP തന്നെ ആ പാർട്ടിയിൽ ചേരാൻ സമീപിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പറഞ്ഞത് BJPക്കൊപ്പം ചേരൂ, തൻ്റെ അതിഷിയോട് തൻ്റെ രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കൂ, ഇതിലൂടെ മുന്നേറാൻ കഴിയുമെന്നും BJP പറഞ്ഞു. ഒപ്പം തന്നെ BJP-യിൽ ചേർന്നില്ല എന്നുണ്ടെങ്കിൽ വരുന്ന മാസം ED-യെ ഉപയോഗിച്ചുകൊണ്ട് ജയിലിലടയ്ക്കുമെന്നായിരുന്നു BJP ഇതുമായി ബന്ധപ്പെട്ട തന്നോട് പറഞ്ഞതെന്നാണ് ഇപ്പോൾ അതിഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ 4 മുതിർന്ന നേതാക്കളെയാണ് ED ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തത്. ഇതിനു പിന്നാലെ പല സംഘർഷങ്ങൾ തെരുവുകളിലുണ്ടായി. എന്നാൽ ഈ കേജ്രിവാളിനെ ജയിലിലടയ്ക്കുകയും ഇതിലൂടെ ആം ആദ്മി പാർട്ടി തകരുകയുമാണ് BJP ശ്രമിച്ചതെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. തുടർന്നാണ് ഇപ്പോൾ മറ്റു 4 നേതാക്കളെ കൂടി ജയിലിലടയ്ക്കാനുള്ള ശ്രമം BJP ആരംഭിച്ചതായും എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ അതിഷി പങ്കുവച്ചിരിക്കുന്നത്. അതായത് സൗരഭ് ഭരദ്വാജ്, അതുപോലെ തന്നെ അതിഷി, രാഘവ് ചദ്ദ എന്നീ മറ്റു നേതാക്കളെ കൂടി അറസ്റ്റ് ചെയ്യാനാണ് BJP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പദ്ധതി ഇടുന്നതെന്നാണ് അതിഷി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഇന്നലെ നിയമസഭയിൽ MLA ഋതുരാജ് പറഞ്ഞതും BJP തന്നെ സമീപിച്ചിരുന്നു. 25 കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. തന്നെ മാത്രമല്ല, തന്നോടൊപ്പം 10 MLA-മാരെ കൂടി BJP-യിൽ ചേർക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നതെന്നുള്ള ആരോപണമാണ് ഇന്നലെ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നത്. എന്തായാലും ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. വേണു, അച്യുതൻ, CBI-യുടെ നീക്കം എന്താണ്? വേണു, ഈ മദ്യനയ അഴിമതി കേസിൽ CBI കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കാരണം ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ ഒരു തവണ മാത്രമാണ് CBI ചോദ്യം ചെയ്തിട്ടുള്ളത്. എന്തായാലും കേസിലെ മറ്റ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി CBI കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കുമെന്നുള്ള വിവരങ്ങളാണ്. ഇതിനായി പ്രത്യേക കോടതിയെ സമീപിച്ചുകൊണ്ടായിരിക്കും നീക്കങ്ങൾ നടത്തുക. കാരണം ഇന്നലെ ED-യും കോടതിയിൽ അറിയിച്ചത് അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ കെജ്രിവാളിനെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കോടതിയെ സമീപിച്ചുകൊണ്ട് അതിന് അനുമതി തേടിയേക്കാം എന്നുള്ള നിലപാടായിരുന്നു ED അറിയിച്ചത്. തുടർന്നായിരുന്നു ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയക്കണമെന്ന് ED ആവശ്യപ്പെടുന്നതും. എന്തായാലും ആ ജുഡീഷ്യൽ കാലയളവിൽ CBI കൂടി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ അത്തരം ചില നീക്കങ്ങൾ കൂടി അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാകും. മറുവശത്ത് ഇതിനെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം കൂടി ആം ആദ്മി പാർട്ടി ഇപ്പോൾ സജീവമാക്കുകയാണ്. ശരി, BJP-യിൽ ചേർന്നില്ലെങ്കിൽ 1 മാസത്തിനകം ED ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുമെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ആപ് മന്ത്രി അതിഷി മെർലേന. വിശദാംശങ്ങളാണ് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് നൽകിയത്.